അനവധിയാണ്. മറുവശത്ത് ധാർമ്മിക മൂല്യങ്ങളുടെ തകർച്ചയുള്ള കൈപ്പേറിയ ഫലങ്ങൾ അനുഭവിക്കുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മദ്യവും മയക്കുമരുന്നും കൊച്ചുകുട്ടികൾക്ക് പോലും സുലഭമായി ലഭിക്കുന്നു. മുക്കിലും മൂലയിലും പട്ടഷാപ്പുകൾ മുളച്ചു പൊങ്ങുന്നു. അനധികൃതർ വേറെയും കൂലിപ്പണിക്കാർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥൻ വരെ നാടൻ ഫോറിൻ മുതലാളിയുടെ തണലിലാണെന്ന്. അപ്പന്റെ മകളെയും മകൻ അമ്മയെയും സഹോദരൻ സഹോദരിയെയും അറിയില്ല. എല്ലാം അളിയന്മാർ. എന്ത് വിരോധാഭാസം, എന്ത് ധാർമ്മിക തകർച്ച! മദ്യപിശാചി ഭൂമിയെ ഒരു ഭ്രാന്താലയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ ശബ്ദമുയർത്തേണ്ടത് ഈ വിശ്വാസികളെ എല്ലാവരുടെയും കർത്തവ്യമാണ്. ഈ ഉദ്ദേശത്തോടു കൂടി ഭോപ്പാൽ സെന്റ് പീറ്റേഴ്സ് മാർത്തമ യുവ സഖ്യം ചെയ്യുന്ന എളി ശുശ്രൂഷ സമൂഹത്തിന് ചലനം സൃഷ്ടിക്കുവാൻ സഹായിക്കട്ടെ. മാതാപിതാക്കളുടെ തെറ്റായ മാതൃകകൾ തലമുറകളെ നശിപ്പിക്കുന്നു. മാതൃകയില്ലാതെ തിന്മയെ പിന്തുടരുന്നു. ഒരാളുടെ ഉപദേശം അർത്ഥമില്ലാത്തതാണെന്നും തെളിയിക്കുന്നു. സാധാരണക്കാർക്ക് മനസ്സിലാത്ത ഭാഷയിലും ശൈലിയും ഈ വലിയ തിന്മകളെ വരച്ചു കാട്ടുന്ന ഈ പ്രയത്നത്തിൽ എല്ലാ നല്ല ആളുകളുടെയും സഹകരണം ലഭിക്കുന്നതിൽ സന്തോഷമുണ്ട്. ന്യായവിധി എന്ന ഈ ലഘുനാടകം ചിലരുടെയെങ്കിലും രൂപാന്തരത്തിന് ഇടയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മാനവനന്ദനാകും മദ്യം മാരകമേ, അതു ശാപമതേ. തനവും ധനവും മാനവുമെല്ലാം കവരും വശ്യമരീചികയിൽ. ദൈവദിവ്യ പരിപാലനമേകും വിൺമയമീ മാനവരൂപം. ലഹരി ഏറ്റു വരണ്ടു കരിഞ്ഞു തകരുന്നെന്തു ഭയങ്കരം. അന്തിക്ക് ശേഷം ഷാപ്പിൽ കയറി പന്തിക്കിരുന്നു കുടിച്ചു കിറുങ്ങി. തന്തയെ പോലും അളിയൻ വിളിക്കും വഞ്ചകനല്ലോ ഈ മദ്യം. എരിപൊരി വയറും കണ്ണീർ കണവും പേരിൻ ഭാര്യ നോക്കി ഇരിക്കെ. ഇരുകാലിയ നീ നാൽക്കാലിയെ പോൽ കയറി വന്നാൽ ഗതി എന്താകും? എലിയുടെ തൊലിയും പല വിഷച്ചെടിയും കലരുമോര് വിഷദ്രാവകമല്ലോ. വിയർപ്പിൻ വിലയാം നാണയം നിരണം പോൽ വാരി വിതരുന്ന ഭോഷനല്ലോ. കലപ്രിയനാം മദ്യം തന്റെ വയലിൽ നിന്നും വിമോചനമേകാം. വലയും നിൻ തിരുമർദ്ധ്യ നിന്ന് വലിയവനീശൻ രക്ഷിക്കും. എന്റെ പൊന്നളിയ വേണേ വേണം. ആര് വർത്താനം കേൾക്കണം, മൈക്ക് കിട്ടത്തില്ല. അത് അടുത്ത് വന്നിട്ട് അതെ അളിയാ. ആ വടക്കേ അങ്ങനെ വളരെ ദുഃഖം തോന്നുന്നു. അയ്യോ അളിയാ, അവനെ ഓർക്കുമ്പോൾ എനിക്കും വളരെ ദുഃഖം തോന്നുന്നു. എല്ലാവർക്കും ഓരോ ദുഃഖം, നമുക്ക് മാത്രമില്ലല്ലോ ദുഃഖം ദുഃഖം. എല്ലാവർക്കും ഓരോ ദുഃഖം, നമുക്ക് മാത്രമില്ലല്ലോ ദുഃഖം ദുഃഖം. നമ്മളിവിടെ ഇല്ലേ? Right.
പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ദൈവത്തിന്റെ കൃപ വരുമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം. മനുഷ്യ, ഇന്ന് നിന്റെ ജീവനെ നിന്നോട് ചോദിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ ചെലവഴിക്കും? നിന്റെ നിത്യത നീ എവിടെ ചെലവഴിക്കും? മദ്യപാനി സ്വർഗരാജ്യം അവകാശമാകുന്നില്ല. എന്താ? ഞാനൊരു മദ്യപാനിയാണെന്നോ? ഞാനൊരു പാപിയാണെന്നോ? മദ്യപാനം പാപമാണെന്നോ? എന്റെ കുടുംബം നശിക്കുമെന്നോ? ഇല്ല, ഇനി ഞാൻ ഒരിക്കലും കുടിക്കില്ല. ഈ മദ്യപാനം നിമിത്തം എന്റെ സമ്പത്ത് നഷ്ടമായി, എന്റെ കുടുംബം നഷ്ടമായി, ഞാനും നശിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇനി മുതൽ ഞാൻ ഈ മദ്യത്തിന്റെ എതിരെ പോരാടും. എന്റെ കൂടെ കുടിച്ച് ഉല്ലസിച്ചിരുന്ന എന്റെ സഹപ്രവർത്തകരോട് ഇതിന്റെ ദൂഷ്യങ്ങളെ കുറിച്ച് പറയും തീർച്ച. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. ഞാൻ പാപിയാണ്, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഇന്നു മുതൽ നിന്റെ സാക്ഷിയായി ജീവിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ആമേൻ. മതച്ചൻ ഷാപ്പിൽ നിന്നും ആടിപ്പാടി, കുമ്പയിൽ താളം കൊട്ടി തുള്ളിപ്പാടി. മതച്ചൻ ഷാപ്പിൽ നിന്നും ആടിപ്പാടി, കുമ്പയിൽ താളം കൊട്ടി തുള്ളിപ്പാടി. വയറിൽ നിറയും ഒരു മനസ്സിനിണങ്ങിയൊരു ഒന്നാന്തരം ചാരയം. ആടിപ്പാടാം പാടിയാടാം, ആടിപ്പാടാൻ പാടിയാടാൻ. മാത്തച്ചൻ ഷാപ്പിൽ നിന്നും ആടിപ്പാടി, കുമ്പയിൽ താളം കൊട്ടി തുള്ളിപ്പാടി. മാത്തച്ചൻ ഷാപ്പിൽ നിന്നും ആടിപ്പാടി, കുമ്പയിൽ താളം കൊട്ടി തുള്ളിപ്പാടി. മടിയിലൊരു കുപ്പിയായി അകലെ ഷാപ്പിൽ നിന്നും, മടിയിലൊരു കുപ്പിയായി അകലെ ഷാപ്പിൽ നിന്നും. അട്ട ഇട്ട പട്ട കള്ള കപ്പയും മീനും കൂട്ടി തിന്നാൽ കുപ്പിൽ നിന്നും ചുണ്ടത്തേകാം. എന്തോരോണമോ അഴിയും ഉണ്ടഴിയും, ഉയരും തെറിവിളികൾ. അഴിയും ഉണ്ടഴിയും, ഉയരും തെറിവിളികൾ. ആടിപ്പാടാൻ പാടിയാടാൻ, ആടിപ്പാടാൻ പാടിയാടാൻ. മാത്തച്ചൻ ഷാപ്പിൽ നിന്നും ആടിപ്പാടി, കുമ്പയിൽ താളം കൊട്ടി തുള്ളിപ്പാടി. മാത്തച്ചൻ ഷാപ്പിൽ നിന്നും ആടിപ്പാടി, കുമ്പയിൽ താളം കൊട്ടി തുള്ളിപ്പാടി. വീട്ടിലെ കയറി ചെന്ന മറിയ പേടിച്ചോടും, വീട്ടിലെ കയറി ചെന്ന മറിയ പേടിച്ചോടും. അടി ഇടി തൊടി പീടി വെട്ട് കുത്ത് കുത്തല്ല ഒന്നാം കൂടി ഒന്നിക്കുമ്പോൾ എന്തൊരു മേളമേ. ഇത് കൊണ്ടെന്തു ഫലം, ഇത് കൊണ്ടെന്തു നേടാൻ, ഇത് കൊണ്ടെന്തു ഫലം, ഇത് കൊണ്ടെന്തു നേടാൻ. ചിന്തിക്കാൻ നീ ഈ നിമിഷം, ചിന്തിക്കാൻ നീ ഈ നിമിഷം. മാത്തച്ചൻ ഷാപ്പിൽ നിന്നും ആടിപ്പാടി, കുമ്പയിൽ താളം കൊട്ടി തുള്ളിപ്പാടി. മാത്തച്ചൻ ഷാപ്പിൽ നിന്നും ആടിപ്പാടി, കുമ്പയിൽ താളം കൊട്ടി തുള്ളിപ്പാടി. ഞാൻ ആരാണെന്നറിയോ? ഞാൻ മധ്യ വീട്ടിലെ മറിയാമ്മയുടെ ഭർത്താവ് മാത്തച്ചൻ. ആകാശമെവിടെ കണ്ടില്ല, ഭൂമിയെവിടെ കണ്ടില്ല. നല്ലവരെ കണ്ടില്ല. നക്ഷത്രങ്ങളേത് അറിയില്ല. പരിസരം വീട് അറിയില്ല. ഞങ്ങളുടെ മന്ത്രിയുടെ കാർ വന്നിരിക്കുന്ന പോലെ നിന്നിടി. എന്റെ പൊതുവകയെ മറ്റൊന്നോടാ വിളിക്കും, ഇനിയും വിളിക്കും. നീ ആരാണെന്ന് ചോദിക്കാൻ. ഞാൻ ആരാണ് എനിക്ക് മനസ്സിലായി.
ആരായാൽ എനിക്കെന്നാ? ഞാൻ മധ്യ വീട്ടിലെ മറിയാമ്മയുടെ ഭർത്താവ് മാത്തച്ഛൻ. ഒരു മിനിറ്റ്. എന്നാ മത്തങ്ങയാണോടാ? മറിയാമ്മയുടെ ഭർത്താവാ മാത്തച്ഛൻ. അതായത് എന്റെ വൈഫാണ് മറിയാമ്മ. എന്നാ പൈപ്പാണോടാ? പൈപ്പ് ഇപ്പൊ അല്ലടാ, എന്റെ വൈഫാ മറിയാമ്മ. ആ മറിയാമ്മയുടെ ഒരേ ഒരു ഭർത്താവാണ് ഈ മാത്തൻ. ഒരേ ഒരു ഭർത്താവേ ഉള്ളൂ. കുറച്ച് വേണോ? വേണ്ട, നാളത്തെ അതൊക്കെ പോട്ടെ. എന്റെ അടിയാ, ഈ നമ്മളുടെ ഭൂമി എന്താ നമുക്ക് ഇങ്ങനെ കടന്ന് കറങ്ങുന്നത്? അതതിന്റെ ആ പൂരിപ്പാടാ, ഭൂമിയുടെ ആ പൂരിപ്പ്. എന്റെ അളിയ, ഈ സ്വർഗം എന്ന് പറയുന്നത് എവിടെയാണടാ? അതിന്റെ താക്കോലില്ലേ അച്ഛന്റെ തട്ടിപ്പുറത്താണോടാ? മോനെ, നീ അല്ലടാ അച്ഛന്റെ തട്ടിപ്പുറത്ത് തേങ്ങ മോഷ്ടിച്ചത് അല്ലടാ കള്ള. എടാ എടാ എടാ, എന്നെ പറ്റി വൃത്തികേട് പറയല്ലേ, പറഞ്ഞാ മേടിക്കും. നിനക്ക് എന്നെ മനസ്സിലായിട്ടില്ലട്ടോ. നീ ആരാടാ? ഞാൻ മധ്യ വീട്ടിലെ ഒന്നും കൂടി പറഞ്ഞേ. ഞാൻ മധ്യ വീട്ടിലെ മറിയാമ്മയുടെ ഭർത്താവ് മാത്തൻ, മാത്തച്ഛൻ. മറിയാമ്മ. എടാ അളിയ, ആ മറിയാമ്മയുടെ കടിഞ്ഞൂൽ സന്താനമായി നിൽക്കുന്ന ഞാൻ. അപ്പോൾ നീ എന്റെ അച്ഛൻ. മോനെ, നീ കുടിച്ചിട്ട് വന്നോ? നീ ഇനി കുടിക്കല്ലടാ പ്ലീസ്. മോൻ ഇനി കുടിക്കരുത്. നിന്റെ മോനല്ലടാ, നിന്റെ അപ്പനാടാ. നിന്റെ അപ്പൻ എന്താ? ഏത് കൊന്തയായാലും എനിക്കെന്താ? ഞാൻ ഇനി കുടിക്കും. നീ അടിച്ചത് 2 ഡോസ്. എന്താ 2 ഡോസ് കൂടുതൽ ഗുളിക ഞാൻ പെരുമാറുന്നത്, മനസ്സിലായോ? മോനെ, നീ മയക്കുമരുന്ന് അടിമയോടെ ഇന്നാണ് ഞാൻ കോളേജിൽ ചേർത്തത്. പറയുന്ന ആരാ? അപ്പോ വേദാന്തം ഓതരുത്. നീ എന്നെ കുടിച്ച എന്നെ 1 അടി അടിക്കട്ടാ. ഈ മാത്തൻ കുടിച്ചിട്ടുണ്ട്, പലരെ തള്ളിയിട്ടുണ്ട് കേട്ടോ. എന്നല്ല, ഈ മകന് കൊറേ കുടിച്ചിട്ടുമുണ്ട്, അനേകരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ചോദിച്ചോ വേണമെങ്കിൽ. മോനെ, നീ കുടിക്കല്ലടാ, കഴിക്കല്ലടാ പ്ലീസ്. മകൻ ഇനിയും കുടിക്കും. ആണത്വം വേണേൽ ഇതിന്റെ 2 ഡോസ് ആക്കി ചെല്ലണം. നമുക്കും വേണ്ടി ഡീസന്റും ഡിസ്പെൻസറി ഒക്കെ ഇതാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഊർജാലിക് ചെയ്യാം. പാടാളിയ ഇന്ന് മകന്റെ വക ഒരു കുപ്പി. ബ്രാൻഡ് ഞാൻ ഡിസൈഡ്. പ്രിയ സ്നേഹിതരെ, പണ്ട് ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിന്റെയും അടിമയായിരുന്നു. എന്നാൽ ഒരിക്കൽ ഒരു ലഘുലേഖയിൽ കൂടി ഞാൻ എന്റെ ക്രിസ്തുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞു. ഇതുമൂലം ഞാൻ ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കുന്നു. ഈ മദ്യപാനത്തിന്റെ കാരണം എന്റെ കുടുംബം നശിച്ചു, എന്റെ സമ്പത്ത് നഷ്ടമായി, എന്റെ അഭിമാനവും നഷ്ടമായി. എന്നാൽ ഇന്ന് ഞാൻ യേശുവിൽ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ആരും മദ്യപാനത്തിനും അടിമയാകാതെ യേശുവിന്റെ സ്നേഹം കണ്ടെത്തുക. നീ ഇവിടെ കിടന്ന് മയക്കുമരുന്ന് മദ്യത്തെ കുട്ടി പതിച്ചുണ്ടല്ലോ. ഇതാര്? മാത്തച്ഛനോ? നിനക്ക് എന്റെ പേര് മനസ്സിലായത്? അയ്യോ, മാത്തച്ഛൻ എന്നെ അങ്ങ് മാറുന്നോ? അന്ന് നമ്മൾ ഒരുമിച്ച് ആ പുള്ളിയല്ലേ ഈ പുള്ളിയല്ലേ? എന്നിട്ടാണോ നീ ഇവിടെ കിടന്ന് മദ്യത്തെ മയക്കുമരുന്ന് കുട്ടി പ്രസവിച്ച? മാത്തച്ഛൻ, അന്ന് നമുക്ക് കിട്ടിയ ആ ലഘുലേഖയിൽ കൂടി ഞാൻ ക്രിസ്തുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞു. ഇതുമൂലം ഞാനിപ്പോൾ ഒരു പുതിയ സൃഷ്ടിയാ, പുതിയ സൃഷ്ടി. അപ്പൊ നീ ഇപ്പൊ ഒരു ഉപദേശല്ല മാത്തച്ഛൻ ഇങ്ങനെ കുടിച്ചു പോയാൽ മാത്തച്ഛന്റെ ജീവിതം എവിടെ പോയി അവസാനിക്കും?
അത് കള്ള് ഷാപ്പിൽ ചെന്ന് അവസാനിക്കടാ, കള്ള് ഷാപ്പിൽ. നമ്മുടെ ജീവിതം കള്ളുഷാപ്പിൽ അവസാനിക്കാനുള്ളതാണോ? ഇതുമൂലം മാത്തച്ഛനെ ആൾക്കാർ പരിഹസിക്കുന്നില്ലേ? ഏയ്, കുടുംബം തകരുന്നില്ലേ? ഇല്ലടാ. ഉപദേശി, എന്റെ കുടുംബത്തെ ഉപദേശം നോക്കണ്ട, ഞാനൊന്ന് നോക്കാം ട്ടോ. മാത്തച്ഛ, മാത്തച്ഛനെ യേശു സ്നേഹിക്കുന്നു. ഉപദേശി, യേശുവിന് എനിക്ക് സ്നേഹം, വളരെ സ്നേഹമാ. പക്ഷെ അതിനേക്കാൾ ഒരുപടി കൂടി സ്നേഹം ഇതിനോടാ. മാത്തച്ഛൻ ഇതിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ മാത്തച്ഛൻ ഒരു ന്യായവിധിയുണ്ട്. ഉപദേശി, പോട്ടെ, വണ്ടി വിട്ടോ, പോട്ടെ പോട്ടെ. എന്നാടാ ഞാൻ തോന്നടാ? ഓ മമ്മിയോട് ചോദ്യം. മമ്മി വിശന്ന് തടന്നു കിടക്കുക. അപ്പൻ ഇങ്ങനെ കുടിക്കുന്ന കൊണ്ടല്ലേ ഞങ്ങള് പട്ടിണി കിടക്കുന്നത്. നിന്നോടാ പറഞ്ഞ കുടിയനാന്ന്? അപ്പ എന്റെ സ്കൂളിൽ എല്ലാവരും കുടിയൻ മാത്തന്റെ മോനെന്ന് വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പൻ ഇത് തൊട്ട് കുടിക്കണ്ട. നീ മൊട്ടേന്ന് അതിന്റെ മുമ്പ് അപ്പന്റെ ഗുണദോഷം ഓരോരുത്തരും അറിയിച്ചോളൂ. അയ്യോ, അപ്പൊ ഇരിക്കിട്ട് നമ്മുടെ സമ്പത്തല്ല വീട്ടിലല്ല അപ്പം പിടിക്കുന്നത്. ആന്നോടാ? എനിക്ക് വല്ലാതെ വിശക്കുന്നു അപ്പ. അപ്പൊ നമ്മുടെ വീട്ടിൽ തീ പോയിട്ട് എത്ര കാലമായി അപ്പ? അപ്പ എന്നും ലക്കില്ലാതെ വന്ന അമ്മയെ മൃഗീയമായി തല്ലുന്നത് കൊണ്ടല്ല അമ്മ ഇന്ന് രോഗിണിയായി കിടക്കുന്നത്. പൊട്ട അതവൾ അഭിനയിച്ച് കിടക്കുവാണ്. നീ പൊട്ട മനസ്സിലാക്കി. അല്ല അപ്പ, അപ്പ ഇനി ഞങ്ങളെ ഓർത്തെങ്കിലും കുടിക്കരുത് അപ്പ. നീ കുടിച്ചിട്ടാന്ന് വന്നേ? നീ വന്നിരിക്കുന്ന അപ്പൻ ഞാൻ കൊല്ലരുത്, എന്നെ കൊല്ലരുത്. ശോകാന്തരാവിൽ ഏകാന്തനായ മനസ്സിൽ നിറയും മദ്യക്കുപ്പിയാൻ സോദരാ കേൾക്കുന്നീ മദ്യപാനം എത്രയോ ആപൽകരം. ശോകാന്തരാവിൽ ഏകാന്തനായ മനസ്സിൽ നിറയും മദ്യക്കുപ്പിയായി ഒരു നിമിഷം കാത്തിരുന്നു ഒന്ന് കുടിക്കുവാൻ. കഴിഞ്ഞ കാലം പോയ സുഖം ഓർത്തിരുന്നു ഞാൻ. ഒരു നിമിഷം കാത്തിരുന്നു ഒന്ന് കുടിക്കുവാൻ. കഴിഞ്ഞ കാലം പോയ സുഖം ഓർത്തിരുന്നു ഞാൻ. മുഖമാമ്യൻ മനസ്സിൽ മദ്യമായി നീ അണഞ്ഞു. മുഖമാമ്യൻ മനസ്സിൽ മദ്യമായി നീ അണഞ്ഞു. മൂകമായ എൻ ഹൃദയം ആനന്ദമായി. ശോകാന്തരാവിൽ ഏകാന്തനായ മനസ്സിൽ നിറയും മദ്യക്കുപ്പിയായി. ലഹരിയതിൽ മതഗജമായി വീണു ഞരങ്ങി. മോടിയതാ മേനിയതാ വാടിയുണങ്ങി. ലഹരിയതിൽ മതഗജമായി വീണു ഞരങ്ങി. മോടിയതാ മേനിയതാ വാടിയുണങ്ങി. സ്നേഹമാന്യൻ സോദരാ ത്യജിച്ചിടു മദ്യപാനം. സ്നേഹമാന്യൻ സോദരാ ത്യജിച്ചിടു മദ്യപാനം. നിൻ ശരീരം മൃത്യുവിൽ അമർന്നിടുമേ. ശോകാന്തരാവ് ഏകാന്തനായ മനസ്സിൽ നിറയും മദ്യക്കുപ്പിയാ. മനുഷ്യ, എടാ മനുഷ്യ, നീ ആരാണ്? ഞാനാണ് മരണം. മരണം? മരണമെന്ന് എവിടെ നിന്ന് വരുന്നു? ഭൂലോകം മുഴുവൻ ഊടാടി സഞ്ചരിക്കുന്നു. നീ എന്തിനാ ഇവിടെ വന്ന്? നിന്നെ കൊണ്ടുപോവാൻ. ഇല്ല, ഞാൻ വരില്ല. എനിക്ക് ധാരാളം സമ്പത്തുണ്ട്, പണമുണ്ട്, എനിക്ക് ജീവിക്കണം. ഞാൻ വരില്ല. നിർത്തൂ, സാധ്യമല്ല. നിന്റെ കാലാവധിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഈ പണം മേടിച്ചോണ്ട് പോയിടുന്നു എന്റെ പൊന്നളിയ. നിന്റെ ധനം എന്നെ തൊട്ടുപോകരുത്. ഈ നാട്ടിൽ ഈ മാറ്റിനോട് ആരും കളിച്ചിട്ടില്ല. പിന്നോട് ഈ മരണം. പോടാ, പോ. സാധ്യമല്ല, വരൂ. ഞാൻ ധനം ചെലവഴിച്ച് തീർക്കട്ടെ. നിന്റെ ധനം, ആ ധനമാണ് ഇതിനെല്ലാം കാരണം. ഞാൻ നീ ജീവിച്ചിരുന്നപ്പോൾ ആ ധനം ഏതെങ്കിലും ഒരു പാവപ്പെട്ട വ്യക്തി കൊട്ടായിരുന്നെങ്കിൽ
അവനെങ്കിലും ഈ അന്ത്യ നിമിഷം നീ ഓർക്കുമായിരുന്നു. ഞാൻ കൊടുക്കാം. ഞാൻ എന്റെ പണം എല്ലാ ദരിദ്രർക്കും കൊടുക്കാം. എന്നെ വിട്ടു പോ. അത് സാധ്യമല്ല. വരൂ. നീ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുവന്നത്? എന്റെ ന്യായസനം മുമ്പാകെ. ന്യായസന്നമോ? എങ്കിൽ ഞാനൊരു വക്കീലിനെ ഏർപ്പെടുത്തട്ടെ. വക്കീലോ? എന്റെ ന്യായാധിപന്റെ സന്നദ്ധിയിൽ വക്കീലന്മാരോ? വക്കീലില്ലാത്ത കോടതിയോ? അതെ, വക്കീലില്ലാതെ കോടതി. വക്കീലന്മാർ നിന്നെ പോലുള്ള പണക്കാരുടെ രക്ഷകന്മാർ. ആ കൂട്ടർ അവിടെ ഇല്ല. വേണ്ട, ഞാൻ വരില്ല. വരൂ. വരൂ. ഞാൻ വരില്ല. നടക്കുമില്ല. ന്യായാധിപ വന്ദനം. മരണമേ, ഈ മനുഷ്യൻ ആരാണ്? എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? ഭൂമിയിൽ വളരെ മോശമായ ഒരു കൊടും മദ്യപാനിയെ അങ്ങേരുടെ സന്നിധിയിൽ ഈ അടിയൻ കൊണ്ടുവന്നിരിക്കുന്നു. മരണമേ, ഈ മനുഷ്യൻ യേശു ക്രിസ്തുവിന് ജീവിച്ചിട്ടുണ്ടോ? ഇല്ല, യേശുവിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല. നീ കാലം അത്രയും യേശുവിന് വേണ്ടി ജീവിച്ചിട്ടില്ല അല്ലേ? ഉണ്ട്. ദൂതൻ, ആ കണക്ക് പുസ്തകം എടുക്കൂ. ഈ മനുഷ്യൻ യേശുവിന് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ. ഇല്ല, ഇതിനകത്തൊന്നും കാണുന്നില്ല. നീ അവസരം ശരിയായി ഉപയോഗിച്ചില്ല അല്ലേ? സത്യത്തെ ദ്രോഹിച്ചു അല്ലേ? സത്യം? ഞാൻ അദ്ദേഹത്തെ അറിയില്ല. ദൂതൻ വരട്ടെ, സത്യത്തെ വിളിക്കൂ. സത്യമേ, നീ ഈ മനുഷ്യനെ അറിയുമോ? അറിയും, ഞാൻ തീർച്ചയായും അറിയും. ഇല്ല, എനിക്കറിയില്ല. നിന്നെ നിനക്കെന്നെ അറിയില്ല അല്ലേ? ഒന്ന് ഓർത്ത് നോക്കൂ. ഇല്ല, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞുതരാം. ഒരിക്കൽ നീ കോടതിയിൽ മുറിയിൽ വെച്ച് എനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞപ്പം അന്ന് കിട്ടിയ മുറിവാണ് ദാ ഈ കാണുന്നത്. നീ നിന്റെ വീട്ടിൽ കള്ളച്ചാരം ഉണ്ടാക്കി നിന്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഒരു ശല്യമായി തീർന്നില്ലേ? അമ്പലങ്ങളുടെയും ദേവാലയങ്ങളുടെയും സമീപേ ചരായ ഷാപ്പുകൾ വെച്ച് നീ ഈശ്വര വിശ്വാസികൾക്ക് ഒരു ശല്യമായി തീർന്നില്ലേ? ഇപ്പോഴെല്ലാം ഞാൻ നിന്നെ തിരുത്തിരുന്നു. നിന്റെ അമ്മയപ്പനും കുട്ടികളും എല്ലാവരും നിന്നെ ഉപദേശിച്ചു. പക്ഷെ നീ അവരെ ചെവിക്കൊണ്ടില്ല. ഒടുവിൽ ഒരു പാവപ്പെട്ട ഉപദേശി ആത്മദാഹത്തോട് നിന്നെ ഉപദേശിച്ചു. പക്ഷെ നീ അദ്ദേഹത്തെ ഒടുവിൽ ഞാൻ അവസാനമായി നിനക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ? ഉണ്ട്. ഞാൻ പാപിയാണ്, പാപി. ഞാൻ പശ്ചാത്തപിക്കുന്നു. അത് നേരത്തെ വേണമായിരുന്നു. പണത്തോടുള്ള ആർത്തി നിന്നെ ഭ്രാന്തനാക്കി. സത്യത്തെ ധർമ്മത്തെ നീ നിർമൂലാക്കി. ആയതിനാൽ നാം നിന്നെ നിത്യനരകത്തിലേക്ക് തള്ളുവാൻ വിധിച്ചിരിക്കുന്നു. എന്റെ ദൈവമേ! ദൈവമോ? ആ പദം ഇപ്പോഴും നീ നിന്ന് ആവി നിന്നെ ഉച്ചരിച്ചല്ലോ. എന്റെ ശിക്ഷ ഇളവ് ചെയ്തൊരു സാധ്യമല്ല. എന്നാ അവസാനമായി എനിക്കൊരു അപേക്ഷയുണ്ട്. എന്റെ സഹോദരന്മാർ ഈ നിത്യ നരകത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ഒരു ദൂതനെ അവിടെ നയിക്കണം അവരെ ഉപദേശിക്കാൻ. അവരെങ്കിലും ഈ മദ്യവും മയക്കുമരുന്ന് നിർത്തി ഈ വിധിയിൽ നിന്ന് ഒഴിവാക്കട്ടെ. അവരെ ഉപദേശിച്ച് ഞാൻ പലരെയും കൽപ്പിച്ചിട്ടുണ്ട്. മരണമേ, ഈ മനുഷ്യനെ കൊണ്ടുപോകും. വേണ്ട. മദ്യപാനിയെ, മദ്യം നിന്നെ നിത്യം കുടിച്ചാൽ നിന്നെ കൊന്നിടും. നിത്യനരകമേ നിന്നോരിയല്ലോ, നിത്യം കുടിച്ചാൽ നിന്നെ കൊന്നിടും. നിന്റെ വീട് കുപ്പക്കുഴിയായിടും, നിന്റെ ഭാര്യ കണ്ണുനീരിലായിടും. നിന്റെ മക്കൾ പട്ടിണിയാലേ വിശന്ന് വിവശനായി തീർന്നിടുമല്ലോ. മദ്യപാനിയെ, മദ്യം നിന്നെയേ നിത്യം കുടിച്ചാൽ നിന്നെ കൊന്നിടും. ദൈവം തന്ന നല്ല ദേഹം നശിക്കുമേ, ദൈവം തന്ന നല്ല ദേഹി മരിക്കുമേ. ദൈവം തന്ന നല്ല ദേഹം നശിക്കുമേ, ദൈവം തന്ന നല്ല ദേഹി മരിക്കുമേ. തെറ്റിപ്പോയ നീ വച്ചിപ്പോകാതെ കുടിയാ ഇനിമേലിൽ കുടിക്കരുതേ നീ. തെറ്റിപ്പോയ നീ വച്ചിപ്പോകാതെ കുടിയാ ഇനിമേലിൽ കുടിക്കരുതേ നീ. മദ്യപാനിയെ, മദ്യം നിന്നെയേ നിത്യം കുടിച്ചാ നിന്നെ കൊന്നിടും. ഇവിടെ ഈ നാടകം ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ നാടകത്തിന് വേണ്ടി അഭിനയിച്ചവരും മാത്തച്ഛൻ മിസ്റ്റർ തോമസ്, മാത്തച്ഛന്റെ ഏറ്റവും മൂത്ത മകൻ ബിനീഷ്, രണ്ടാമത്തെ മകൻ അനുജ്, ഏറ്റവും ഇളയ മകൻ ലിജോ, പിന്നെ ദൂതനായിട്ട് അഭിനയിച്ചത് ഹാപ്പി, ജഡ്ജായിട്ട് അഭിനയിച്ചത്
സജയൻ, ദൂതൻ സത്യമായിട്ട് അഭിനയിച്ചത് വിജയ്, ഇവരെല്ലാവരും. പിന്നെ മരണം അഭിനയിച്ചത് നമ്മുടെ ടോണി. ഇവരാണ് ഇന്നത്തെ ഈ നാടകവേദിയുടെ കലാകാരന്മാർ. പിന്നെ നമ്മുടെ സുവിശേഷകനായിട്ട് അഭിനയിച്ചത് നമ്മുടെ രഞ്ജു. ഈ കൂട്ടത്തിൽ ഞാനും ബാക്ക്ഗ്രൗണ്ടിൽ പാടിയ ടീമായിട്ട് പ്രവർത്തിച്ചു. നിങ്ങളുടെ പ്രാർത്ഥന ചെയ്യുന്നു. Once again, നമ്മുടെ നവീനാണ് നമ്മുടെ ട്രാക്സ് ഒക്കെ വിതരണം ചെയ്ത് സഹായിച്ചത്. നിങ്ങൾ പോകുമ്പോൾ എല്ലാവരുടെ കയ്യിൽ ട്രാക്സ് വേണം. ഈ ട്രാക്സിനകത്ത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ മദ്യപാനെ പറ്റി പറയുന്ന മെമ്മറി വാക്യങ്ങളൊക്കെ എന്നിട്ട് നിങ്ങൾ റെഫർ ചെയ്യണം. എല്ലാവരുടെ കയ്യിൽ ഓരോന്ന് കോപ്പീസ് കൊണ്ടുപോയി കോപ്പി ചെയ്യണം. Once again, big thanks to one and all. Give a big clap for all these friends those who have did this play in Nagari. Thank you so much. Thank you so much.